നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന കവിതയുടെ അപ്രിസിയേഷനാണ്. ഓക്കെ, അപ്പം അനദർ ഡേ ഇൻ പാരഡൈസ് ഈസ് എ പവർഫുൾ ആൻഡ് സോഷ്യലി കോൺഷ്യസ് സോങ് ബൈ ഫിൽ കോളിൻസ് റിലീസ്ഡ് ഇൻ 1989 ആസ് പാർട്ട് ഓഫ് ദ ആൽബം ബട്ട് സീരിയസ്ലി. അപ്പം അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള സോഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ളൊരു സോങ് ആണ്. ആരുടെയാണ്? ഫിൽ കോളിൻസിൻ്റെയാണ്. 1989 എന്ത് ചെയ്യുന്നത്, ഇത് റിലീസാകുന്നത്. ബട്ട് സീരിയസ്ലി എന്ന് പറയുന്ന ആൽബത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിലീസാകുന്നത്. The song addresses the serious issues of homelessness and society's indifference toward the poor. അപ്പം ഹോംലെസ്നെസ്, ഓക്കെ, ഒത്തിരി ആൾക്കാർക്ക് വീടൊന്നും ഇല്ലാതെ താമസിക്കാൻ ഒരു ഷെൽട്ടർ ഇല്ലാതെ തെരുവിൽ അലയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു ഹോംലെസ്നെസ് എന്ന് പറഞ്ഞ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കഷ്ടപ്പെടുന്ന ആൾക്കാരോടുള്ള എന്താണ് സൊസൈറ്റിയുടെ ഇൻഡിഫറൻസ്, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. Through simple yet emotional lyrics, Collins highlights how people often ignore those who are suffering around them. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള എന്താണ് ലിറിക്സിലൂടെ കോളിൻസ് ഇവിടെ എന്താ ഹൈലൈറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് തങ്ങൾക്ക് ചുറ്റുമുള്ള സഫർ ചെയ്യുന്ന ആൾക്കാരെ, ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, ഇഗ്നോർ ചെയ്യുന്നത് എന്നാണ് പുള്ളി ഇവിടെ പറയുന്നത്. ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഈസ് ഐറോണിക്. നമ്മുടെ ഈ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ എന്താണ്, ഐറോണിക്കാണ്. ഓക്കെ, കാരണം എന്താ, വൈൽ സം ലിവ് കംഫർട്ടബിളി ആൻഡ് തിങ്ക് ലൈഫ് ഈസ് പാരഡൈസ്, അത് സ്ട്രഗിൾ ഡെയിലി ജസ്റ്റ് ടു സർവൈവ്. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് 3 നേരം കഴിക്കാൻ ആഹാരമുണ്ട്, കൊടുക്കാൻ വസ്ത്രമുണ്ട്, കയറി കിടക്കാൻ വീടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളെല്ലാം എൻജോയ് ചെയ്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഓക്കെ, അതേഴ്സ് സ്ട്രഗിൾ ഡെയിലി ജസ്റ്റ് ടു സർവൈവ്. മറ്റുള്ള ഒത്തിരി ആൾക്കാർ ദിവസം സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലപ്പോൾ ഒരു നേരം ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ്, ചിലപ്പോൾ ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ കിട്ടാത്ത ആൾക്കാരുണ്ടാവും, സ്വന്തമായിട്ട് കിടക്കാൻ ഒരു സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ടാവും, മാറി ഉടുക്കാൻ ഒരു വസ്ത്രമില്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചൊരു പാരഡൈസിലുള്ള ജീവിതം നയിക്കുന്ന സമയത്ത് ഒന്നാണ്. അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന എന്താണ് ഒരു കൂട്ടം ജനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ഓക്കെ, ദ സോങ് ബിഗിൻസ് വിത്ത് എ സീൻ വെർ എ ഹോംലെസ് വുമൺ ആസ്ക് എ മാൻ ഫോർ ഹെൽപ്പ്. അപ്പോൾ ഒരു ഹോംലെസ് ആയിട്ടുള്ള സ്ത്രീ ഒരു വ്യക്തിയോട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായം ചോദിക്കുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷീ റിക്വസ്റ്റ് ഹിം ടു സീ ഹെർ സിറ്റുവേഷൻ ആൻഡ് ഗീവ് ഹെർ അസിസ്റ്റൻസ്. അവരുടെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അവരൊന്ന് സഹായിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ബട്ട് ഹി വോക്സ് ഓൺ, ഡസൻ ലുക്ക് ബാക്ക്. പക്ഷേ അതൊന്നും കാണാത്ത പോലെ, അവരുടെ അവസ്ഥ ശ്രദ്ധിക്കാത്തത് പോലെ എന്ത് ചെയ്യുന്നു, നടന്നങ്ങ് പോകുന്നു. ഓക്കെ, ദിസ് ഷോസ് ദ ലാക്ക് ഓഫ് കമ്പാഷൻ ഇൻ സൊസൈറ്റി. അപ്പം സമൂഹത്തിൽ ഓക്കെ, ആൾക്കാർക്കിടയിൽ എന്തില്ല, സഹാനുഭൂതിയില്ല, കമ്പാഷൻ ഇല്ല. കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് പറ്റുന്ന അവസരത്തിൽ കൂടി പോലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ നോക്കാനോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനുള്ള മനസ്സ് എന്ത് ചെയ്യുന്നില്ല, നമ്മളാരും കാണിക്കുന്നില്ല. ദ റിപ്പീറ്റഡ് ലൈൻ ഓ തിങ്ക് ട്വൈസ് because it's another day for you and me in paradise acts as a reminder to listeners to reconsider their attitudes. അപ്പം പറയുന്നുണ്ട്, ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ലൈൻസിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ, നമ്മുടെ ലിറിസിസ്റ്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ റീകൺസിഡർ ചെയ്യണം. ഇപ്പം നമുക്ക് ഈ ഒരു ദിവസം ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ നല്ലപോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പാരഡൈസ് ആയിരിക്കും. പക്ഷേ ഈ തെരുവിൽ ജീവിക്കുന്ന, ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതെന്തല്ല, പാരഡൈസ് ആയിട്ടുള്ളൊരു ജീവിതം അല്ല. ഓക്കെ, അല്ലെങ്കിൽ അവരങ്ങനെയുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫല്ല നയിക്കുന്നത്. നമുക്കത് പാരഡൈസ് ആയിരിക്കും, പക്ഷെ അവർക്കത് പാരഡൈസ് അല്ല. അപ്പം നമ്മളത് റീകൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് നമ്മൾ മാറ്റി ചിന്തിക്കണം. ഓക്കെ, the word paradise is used sarcastically to point out the contrast between the comfortable lives of some people and the painful reality of others. അപ്പം ഇവിടെ പാരഡൈസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്, സർക്കാസ്റ്റിക്കലിയാണ്. ഓക്കെ, പരിഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോൺട്രാസ്റ്റ്, ഒരു വൈരുദ്ധ്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, വ്യത്യാസം കാണിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ കംഫർട്ടബിൾ ലൈഫ്സ്, എന്നാൽ മറ്റു ആൾക്കാരുടെ എന്താണ്, ചില ആൾക്കാരുടെ പെയിൻഫുൾ ആയിട്ടുള്ള എന്താണ്, റിയാലിറ്റി. ഓക്കെ, അപ്പം ഇതിനെ തമ്മിലുള്ള താരതമ്യം അല്ലെങ്കിൽ അതിനൊരു വൈരുദ്ധ്യം കാണിക്കാൻ, കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, പാരഡൈസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ചില ആൾക്കാർ വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുന്നു, ചില ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെട്ട് വേദനിച്ച് എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഓക്കെ, the lyrics create a strong emotional appeal by presenting homelessness not as a distant issue but as a real human problem happening in everyday life. അപ്പം ഈ ലിറിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ അപ്പീൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഹോംലെസ്നെസ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തിനെ ഒരു ഡിസ്റ്റൻറ്റ് ഇഷ്യൂ, അങ്ങ് ദൂരെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നടക്കുന്ന അല്ലെങ്കിൽ ഇനി നടക്കാൻ ചാൻസ് ഉള്ള നമുക്കൊന്നും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലല്ല എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റും നടക്കുന്ന എവരിഡേ ലൈഫിൽ നടക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഹ്യൂമൻ പ്രോബ്ലമാണ്, നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്,
ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാർ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഡെയിലി നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടാവാം. നമ്മുടെ ലൈഫിൽ നിന്ന് ഒത്തിരി ദൂരെയായിട്ടുള്ളൊരു അല്ലെങ്കിൽ വിദൂരതയിൽ നിൽക്കുന്നൊരു പ്രോബ്ലം അല്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദ സോങ് ഈസ് റിച്ച് ഇൻ പൊയറ്റിക് ആൻഡ് മ്യൂസിക്കൽ എലമെൻറ്റ്സ്. പൊയറ്റിക് മ്യൂസിക്കൽ എലമെൻറ്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. കോളിൻസ് യൂസ് ഐറണി ഇൻ ദ ടൈറ്റിൽ ആൻഡ് കോറസ്. ഓക്കെ, ടൈറ്റിലും കോറസിലും ഒക്കെ ഐറണി ഉപയോഗിക്കുന്നുണ്ട്. പാരഡൈസ് എന്ന് പറഞ്ഞ വാക്കിൽ ആക്ച്വലി റെഫേഴ്സ് ടു എ വേൾഡ് ഫുൾ ഓഫ് ഇൻഇക്വാലിറ്റി. പാരഡൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പാരഡൈസ് ആണോ ഇവിടെ പറയുന്നത്? ഓക്കെ, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഒരു സെൻസിൽ നമുക്ക് എടുക്കാം. ചില ആൾക്കാർ വളരെ നല്ല രീതിയിലുള്ള ലൈഫ് എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. എന്നാൽ മറ്റുള്ള ചിലർ എന്താണ്, പാരഡൈസ് ആയിട്ടുള്ളൊരു ലൈഫല്ല ജീവിക്കുന്നത്. ഓക്കെ, അവരെന്താണ്, നരകതുല്യമായിട്ടുള്ള ഒരു ഹെല്ലിഷ് ആയിട്ടുള്ള ലൈഫാണ് എന്ത് ചെയ്യുന്നത്, അവർ ജീവിക്കുന്നത്. ഇനി വേറൊരു രീതിയിൽ കണക്കാക്കിയാൽ പാരഡൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇനിക്വാലിറ്റി നിറഞ്ഞൊരു വേൾഡിനെ സൂചിപ്പിക്കാനാണ് പാരഡൈസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് പാരഡൈസ് അല്ല, യഥാർത്ഥത്തിൽ എന്താണ്, ഇനിക്വാലിറ്റി ഉള്ളൊരു ലോകമാണ്. പക്ഷേ ഐറോണിക്കലി പുള്ളി എന്ത് ചെയ്യുന്നു, പാരഡൈസ് എന്നുള്ളൊരു വാക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ഉപയോഗിച്ചിരിക്കുന്നു. There is strong imagery in the description of the homeless woman standing on the street. The repetition of think twice serves a refrain. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ലൈൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, റിഫ്രൈൻ എന്നാ പറയുക. എംഫസൈസിങ് ദ മോറൽ മെസ്സേജ് ഓഫ് ദ സോങ്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കണം, ഞങ്ങളുടെ പ്രശ്നം കൂടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെയും കൂടി ഒന്ന് പരിഗണിക്കുക, പറ്റുന്ന ഹെൽപ്പ് എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരിക എന്നുള്ളൊരു മോറൽ മെസ്സേജും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ആ ലൈൻസിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഞങ്ങളോട് എന്ത് ചെയ്യരുത്, മുഖം തിരിച്ച് പോകരുത്, കണ്ടില്ല എന്നടിച്ച് പോകരുത്. ഓക്കെ, എന്നുള്ളൊരു മെസ്സേജും കൂടെ അതിനകത്തുണ്ട്. ദ ടോൺ ഈസ് സീരിയസ്, സിമ്പത്തറ്റിക് ആൻഡ് റിഫ്ലക്റ്റീവ്. ത്രൂ ദിസ് സോങ് ഫിൽ കോളിൻസ് നോട്ട് ഓൺലി ക്രിയേറ്റ്സ് മൂവിങ് മ്യൂസിക് ബട്ട് ഓൾസോ സ്പ്രെഡ്സ് അവയർനെസ് അബൌട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അർജിങ് ലിസണേഴ്സ് ടു ഷോ കൈൻഡ്നെസ് ആൻഡ് എമ്പതി ടുവേർഡ്സ് ദോസ് ഇൻ നീഡ്. ഓക്കെ,